വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കൂസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കല്ലുംകുട്ടം വ്യൂ പോയിന്റിലേക്കാണ്. നമ്മുടെ ഈസ് എടുത്തിട്ട് ഫസ്റ്റ് ലോങ് യാത്ര അവിടേക്കാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പോകുന്നത് കസിൻ ബ്രദേഴ്സിന്റെ ഒപ്പമാണ്. ഞങ്ങൾ ഇറങ്ങിയത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. പോകുന്ന വഴിയിൽ ഫുൾ മഴയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ചാലക്കുടി കയറി അങ്കമാലി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് വലിയ രീതിയിൽ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റൺവേ. ഈ ഗ്രീൻ കളർ കാണുന്ന നെറ്റ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, ഫുൾ ഓപ്പൺ പ്ലേസ് ആയിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും ടേക്ക് ഓഫും ഒക്കെ കാണായിരുന്നു. പിങ്കപ്പിന് ഞാനും മഴ കാരണം ഇറങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറിയത് ഞങ്ങൾ തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കുടയാണ്. അതിനാണെങ്കിൽ 5-6 കൊല്ലം പഴക്കമുണ്ട്. എന്നാലും എനിക്ക് കളയാൻ യാതൊരു ഉദ്ദേശമില്ല, കുറച്ച് നാളും കൂടി യൂസ് ചെയ്യാനുണ്ട്. മൃദുല ഫ്ലൈറ്റിന്റെ മാപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ലാൻഡിങ് ഉണ്ടാകുന്ന സമയമാണ്, ഒരു 6:30-7 മണി നേരം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയുടെ മുകളിൽ കയറി നിന്നു. പിങ്കൂസും പാപ്പന്മാരും നല്ല രീതിയിൽ തന്നെ വാന നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. മാപ്പിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫ്ലൈറ്റ് ഒക്കെ അവർ കണ്ടുപിടിക്കും എന്നുള്ള ഭാവത്തിലാണ് നിൽപ്പ്. അങ്ങനെ നോക്കി നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ നേരെ ആകാശത്ത് ആ പൊട്ട് പോലെ കാണുന്നതാണ് ഫ്ലൈറ്റിന്റെ ഹെഡ്ലൈറ്റ്. അത് കണ്ടപ്പോൾ പിങ്കപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ എത്തും പറഞ്ഞ് പിങ്കം കുറെ നേരമായി നോക്കി നിൽക്കുന്നു. അടുത്തെത്താറായി നമുക്ക് തോന്നുമെങ്കിൽ അത് ഒരുപാട് ദൂരെയാണ് കേട്ടോ. അടുത്തെത്തിയപ്പോൾ നേരെ ഇരുട്ടായി എന്നതാണ് സത്യം. പിന്നെ നമ്മുടെ റൺവേയുടെ നൈറ്റ് വിഷ്വൽ, എന്റെ അമ്മ ഒരു രക്ഷയില്ല, പള്ളി പെരുന്നാളാണെന്ന് തോന്നിപ്പോകും. ഇവിടെ വരെയാണെങ്കിൽ ആ നൈറ്റ് വ്യൂ ആണ് കാണേണ്ടത്. ഇത്രയൊക്കെ ഫ്ലൈറ്റുകൾ ഞാൻ കണ്ടെങ്കിലും ഈ ഒരു ഐറ്റത്തിന്റെ ലാൻഡിങ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളുടെ തലയുടെ തൊട്ട് മേലെക്കൂട്ടിയാണ് പറഞ്ഞത്. അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾ ഈസിന്റെ മുകളിലാണ് കയറുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് വെച്ചു. വരുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു. എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാന്ന് വെച്ചു. അപ്പോഴാണ് ചാലക്കുടിയിലുള്ള മന്തി മനസ്സിൽ ഓർമ്മ വന്നത്. ഇത് കുഴിമന്തിക്ക് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആട്ടോ. കുഴിമന്തി. അങ്ങനെ ഞങ്ങൾ ചാടി പുറത്തേക്ക് ഇറങ്ങി. പിങ്കൂസ് അപ്പോഴേക്കും സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. മന്തി എത്തിയതും അത് പിച്ചിമന്തി പൊളിച്ചതും ഒരുമിച്ചായിരുന്നു. അമ്മ അതിൽ വിശപ്പായിരുന്നു എല്ലാവർക്കും. മൃദുലിന്റെ ഫേവറേറ്റ് ഐറ്റാണ് ഈ മന്തി എന്ന് പറയുന്ന സാധനം. പക്ഷെ എന്തോ ഇത് എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും വിശന്നിരുന്ന പിന്നെ കിട്ടിയത് എന്തായാലും നമ്മൾ അകത്താക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വരുമ്പോഴും നല്ല മഴയായിരുന്നു. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ കാരണം പിങ്കപ്പം നല്ല ഉറക്കമായിരുന്നു. അപ്പൊ പോയി കിടന്ന് ഇനി ഒന്ന് ഉറങ്ങണം ഗൈസ്. അപ്പൊ ചാനലായാലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.